ഇന്ന് നമ്മൾ ട്രീയിലൊക്കെ ഹാങ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഈസി ആയിട്ടുള്ള ഒരു ക്രിസ്മസ് ഓർണമെൻ്റ് ആട്ടോ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബ്ലൂ കളർ ഗ്ലിറ്റർ ഷീറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ നമ്മൾ 4 സെൻറ്റിമീറ്റർ നീളം 4 സെൻറ്റിമീറ്റർ വീതിയുള്ളൊരു പീസ് ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു പീസ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു 3 പീസ് നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കണം. ഇനി നമുക്ക് 5.5 സെൻറ്റിമീറ്റർ നീളം 5.5 സെൻറ്റിമീറ്റർ വീതിയുള്ള ഒരു 3 പീസും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മൾ 4 സെൻറ്റിമീറ്റർ നീളം 4 സെൻറ്റിമീറ്റർ വീതിയുള്ള 3 പീസ്, അതുപോലെ 5.5 സെൻറ്റിമീറ്റർ നീളം 5.5 സെൻറ്റിമീറ്റർ വീതിയുള്ള ഒരു 3 പീസ്, അങ്ങനെ നമ്മളൊരു 6 പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഒരു 5.5 സെൻറ്റിമീറ്ററുള്ള ഒരു പീസ് എടുത്തിട്ട് ഇങ്ങനെ നേർപകുതിയാക്കിയിട്ടൊന്നിങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. നമ്മൾ സ്ക്യൂവറോ അല്ലെങ്കിൽ ടൂത്ത് പിക്കോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ടൊന്നിങ്ങനെ വരച്ചു കൊടുത്താൽ മതി. അങ്ങനെ എല്ലാ പീസും നമ്മൾ വരച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ഒരു വരച്ചിട്ടുള്ള ലൈനിൽ കൂടെ നമ്മളൊന്നിങ്ങനെ കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ അങ്ങനെ 2 പീസായിട്ട് കിട്ടും. അപ്പം നമ്മൾ ആ ഒരു വലിയ 3 പീസ് ഒരു 6 പീസായിട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പീസ് എടുത്തിട്ട് ഇങ്ങനെ ആ ഒരു കോണുള്ള ഭാഗം ഇങ്ങനെ ഇതുപോലെ ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ ബാക്കിയുള്ളൊരു ഭാഗം ഉണ്ടാവില്ല, ഒരു കുഞ്ഞു ട്രയാങ്കിൾ പോലെ ബാക്കിയുണ്ടാവും, ആ ഭാഗം ഒന്നിങ്ങനെ കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാ പീസും ഇതുപോലെ ഒന്നിങ്ങനെ കട്ട് ചെയ്തിട്ട് റെഡിയാക്കി എടുക്കണം. നമ്മൾ ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഈ ഒരു പീസ് എടുത്തിട്ട് ഇങ്ങനെ ഇതുപോലെ ഒന്ന് സൈഡിലേക്കൊന്നിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് പ്രസ് ചെയ്യാം. എന്നിട്ട് ബാക്കി വരുന്ന ആ ഒരു ഭാഗം ഒന്നിങ്ങനെ കട്ട് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാ പീസും ഇങ്ങനെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഒരു ഫോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു ഭാഗത്ത് തന്നെ വെച്ചിട്ട് നമ്മളിങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്യാണ്. അപ്പോൾ ഞാനിവിടെ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം ഫെവി ബോണ്ട് യൂസ് ചെയ്യാം. ഇനി ഫെവി ബോണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് ചെയ്ത് നോക്കാം കേട്ടോ, പക്ഷേ ഒരുപാട് ടൈം എടുക്കും, അത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മൾ എല്ലാ പീസും ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു 4 സെൻറ്റിമീറ്ററുള്ള ഒരു സ്ക്വയർ ഉണ്ടായിരുന്നല്ലോ, അതും ഇതുപോലെ തന്നെ അങ്ങനെ കട്ട് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമുക്കൊരു പെറ്റലിൻ്റെ ഒക്കെ ഒരു ഷേപ്പിലുള്ള ഒരു 6 വലുതും ഒരു 6 ചെറുതും ആക്കി നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ആ ഒരു ഇതെല്ലാം കൂടെ ഒന്ന് ജോയിൻ ചെയ്തിട്ട് നമുക്ക് ഒരു സ്റ്റാർ ആക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ആ ഒരു വലിയ പീസ് എടുത്തിട്ട് അതിൻ്റെ സൈഡിൽ കുറച്ചൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്യാം. എന്നിട്ട് നമ്മൾ ആ ഒരു ചെറിയ പീസ് ഒന്നിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് പിടിക്കാം, കാരണം കുറച്ച് സമയം പിടിക്കുമല്ലോ അതൊന്ന് സ്റ്റിക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് സ്റ്റിക്കായതിന് ശേഷം നമ്മൾ കുറച്ചും കൂടെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ആ ഒരു വലിയ പീസ് ഒട്ടിക്കാം. എന്നിട്ട് വീണ്ടും ഒന്നും കൂടെ പ്രസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നമ്മൾ അത് കംപ്ലീറ്റ് ആകുന്ന വരെ ഒന്നിങ്ങനെ റിപ്പീറ്റ് ചെയ്യാം. ഇപ്പം നമ്മൾ എല്ലാ പീസും സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ ആ ഒരു 2 സൈഡിലും നന്നായിട്ടൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് രണ്ടും ഒരുമിച്ചൊന്നിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കറക്റ്റ് ആ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലുള്ള നല്ല ഭംഗിയുള്ള ഒരു സ്റ്റാർ ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ ആ ഒരു മേലെ ഭാഗം ഇങ്ങനെ കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്ത് നമ്മൾ ആ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ഒരു വേസ്റ്റ് പീസ് ഉണ്ടല്ലോ, അതിൽ നിന്നൊരു പീസ് എടുത്തിട്ട് ഒരു കുഞ്ഞ് റൗണ്ട് ഇങ്ങനെ കട്ട് ചെയ്യാം. എന്നിട്ട് അത് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടൊന്നിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ അവിടെ നല്ലൊരു ഭംഗിയായിട്ട് കിട്ടും. ഇനി നമ്മൾ ആ ഒരു സ്റ്റാറിൻ്റെ താഴെയുള്ള ഭാഗം ഒരു കട്ടിയുള്ള ഒരു പീസ് പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യാം. എന്നിട്ട് അതിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ എന്താ വെച്ചാൽ അത് ഒരിക്കലും ഇങ്ങനെ ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ ഞാൻ അതിൻ്റെ മേലെ ഞാനിങ്ങനെ ഒരു സ്റ്റോണും കൂടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു വൈറ്റ് സ്റ്റോണ്. ആ സ്റ്റോണും കൂടെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ നിങ്ങളെ കയ്യിൽ ഗ്ലിറ്റർ ഷീറ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ സ്പോഞ്ച് ഷീറ്റ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. ഇനി കട്ടിയുള്ള കുറച്ചൊരു പേപ്പർ ആയാലും ഇതുപോലെ തന്നെ ട്രൈ ചെയ്യാൻ പറ്റും. ഇതുപോലെ നമ്മൾ ഗ്ലിറ്റർ ഷീറ്റ് യൂസ് ചെയ്തിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു ബോ ആണിത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. അപ്പം നമ്മൾ ആ സിമ്പിളായിട്ടുള്ള ഒരു ക്രിസ്മസ് ഓർണമെൻറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് ട്രീയിലൊക്കെ ഹാങ് ചെയ്തിട്ടാൽ നല്ല ഭംഗിയാണ്. വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കുന്ന ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ.